ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ സ്റ്റിൽ ഷൈനിങ് എന്ന റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയിലെ എപ്പിസോഡ് 2 എപ്പിസോഡ് 1 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന യൂണിനോടും തേസോയോടും നാളെ എൻട്രൻസ് എക്സാമിന് 7 മണിക്ക് തന്നെ പോകണമെന്നും വാച്ച് എടുക്കാൻ മറക്കരുതെന്നും സാർ ഓർമ്മിപ്പിക്കുന്നു. തേസോയുടെ കയ്യിൽ വാച്ച് ഇല്ലാത്തത് കാരണം മുത്തശ്ശൻ്റെ വാച്ച് അവനായി നൽകുന്നുണ്ട്. പിറ്റേന്ന് തേസോയ്ക്ക് തൻ്റെ മുത്തശ്ശി അതിരാവിലെ തന്നെ ആഹാരമുണ്ടാക്കി നൽകുന്നതും യൂണിന് അവളുടെ അച്ഛൻ ആഹാരമുണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. പിന്നീട് ബസ് സ്റ്റോപ്പിൽ തേസോയ്ക്കായി യൂൺ വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് അവൻ എത്തുന്നു. അവർ രണ്ടാളും തങ്ങൾക്ക് ഒരേ കോളേജിൽ തന്നെയോ അല്ലെങ്കിൽ ഇരുവർക്കും അടുത്തടുത്തുള്ള കോളേജുകളിലോ അഡ്മിഷൻ കിട്ടാനായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾക്ക് കോൺഫിഡൻസിനായി അവൻ അവൻ്റെ നെയിം കാർഡ് നൽകുന്നു. പിന്നീട് എക്സാം ഹാളിൽ കയറുന്ന ഇരുവരെയുമാണ് കാണിക്കുന്നത്. എക്സാം കഴിഞ്ഞ് അവർ രണ്ടാളും കൂടി ബീച്ചിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഹാങ്ങാങ് നദിക്കരയിലേക്ക് പോകാമെന്ന് യൂൺ പറയുകയും അവർ അങ്ങോട്ടേക്ക് ബസ്സിൽ പോകുകയും ചെയ്യുന്നു. ട്രെയിനിൽ പോകാതെ ഏറെ നേരം യൂണിനൊപ്പം യാത്ര ചെയ്യാനാണ് തേസോ ബസ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ ഫേമസ് നൂഡിൽസ് ഷോപ്പിൽ കയറി അവരിരുവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. കഴിക്കുന്നതിനിടയിൽ യൂൺ അവളുടെ അമ്മയെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോൾ അമ്മ ഇവിടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അമ്മ ഇപ്പോൾ മറ്റൊരു നാട്ടിലാണെന്ന് അവൾ പറയുന്നു. തന്നെയും അച്ഛനെയും ഒഴിവാക്കി അമ്മ മറ്റൊരു നാട്ടിലേക്ക് പോയതാണ്. ഹാങ്ങാങ് നദിക്കര സ്റ്റേഷനിൽ നിന്ന് കണ്ടാൽ പോരെ എന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ല, എനിക്കതിൻ്റെ അടുത്ത് പോയി തന്നെ കാണണമെന്ന് യൂൺ പറയുമ്പോൾ അവർ വേഗം നൂഡിൽസ് കഴിച്ച് അങ്ങോട്ടേക്ക് യാത്ര തുടരുന്നു. അവിടെ എത്തുന്ന അവൾ, ഇന്ന് ആദ്യമായാണ് ഞാൻ കടലും നദിയും ഒരുമിച്ച് കണ്ടത്. ഈ ദിവസം ഞാൻ എന്നും ഓർക്കണം. തൻ്റെ അച്ഛൻ്റെ ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ എനിക്ക് അച്ഛനെ വിട്ട് സ്വന്തം കാലിൽ നിൽക്കണം. അതാണ് എൻ്റെ ആഗ്രഹമെന്ന് അവൾ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. അവനോട് അവൻ്റെ ആഗ്രഹം അവൾ ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ആഗ്രഹമെന്ന് പറയുമ്പോൾ നിനക്കതിന് കഴിയും, നിനക്കതിനുള്ള കഴിവുണ്ട്, നീ എല്ലാ കാര്യങ്ങളിലും ബെസ്റ്റ് ആണെന്നും നിന്റെ കാര്യം നോക്കി ആരോടും അധികം കമ്പനി കൂടാതെ നീ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കാറുള്ളത്, നിനക്ക് ഇക്കാര്യം സിമ്പിളായി അച്ചീവ് ചെയ്യാമെന്നും അവൾ പറയുന്നു. ശേഷം സമയം വൈകിയത് കാരണം അവർ തിരികെ പോകുന്നു. ട്രെയിനിൽ ഇരിക്കുന്ന നേരം അവൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എക്സാമിൽ നമ്മളുടെ ഭാവി തീരുമാനിക്കപ്പെടും. ഇതുപോലെ ഒരേ ദിശയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നവൾ ഉത്കണ്ഠയോടെ അവനോട് ചോദിക്കുമ്പോൾ നമ്മളിനി 2 കോളേജുകളിലാണെങ്കിൽ പോലും ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ, ഫോണൊക്കെ ഉള്ളിടത്തോളം കാലം തന്നെ അത് നമുക്കൊരു പ്രശ്നമേ അല്ലെന്ന് അവൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇനി മുന്നോട്ട് നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണാനൊന്നും കഴിയില്ല. അതിനായി നമ്മൾ രണ്ടാളും എഫേർട്ട് ഇടണമെന്ന് പറയുമ്പോൾ നിനക്കതിന് എന്നെ അത്രയ്ക്കും ഇഷ്ടമാണോ എന്ന് അവൾ നാണത്തോടു കൂടി അവനോട് ചോദിക്കുന്നു. അതേന്ന് അവൻ മറുപടിയും നൽകുന്നു. ഇത് പറഞ്ഞവർ പരസ്പരം ചുംബിക്കുന്നു. ശേഷം ഒരുപാട് വൈകി വീട്ടിലെത്തുന്ന യൂൺ തേസോയെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വരുന്നത്. ആരും കാണാതെ പുറകുവശത്തെ ഡോറ് വഴി അവൾ അവനെ റൂമിൽ കയറ്റുന്നു. അങ്ങനെ റൂമിൽ വന്ന് അവർ വളരെ ക്ലോസ് ആകുമ്പോൾ അവളുടെ അച്ഛൻ തിരിച്ചെത്തിയോന്ന് ഉറപ്പിക്കാനായി അവളുടെ ഡോറിൽ വന്ന് മുട്ടുന്നു. അവൾ വാതിൽ തുറക്കാതെ അച്ഛനോട് സംസാരിക്കുമ്പോൾ തേസോ പേടിച്ച് കട്ടിലിനടിയിൽ ഒളിക്കുന്നുണ്ട്. താനെത്തി വളരെ ടയേർഡാണെന്നും താൻ ഉറങ്ങാൻ പോവുകയാണെന്നും അവൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് തേസോ യൂണിന്റെ വീട്ടിൽ പോകുന്നത് പതിവായി. അങ്ങനെ അവരുടെ റിസൾട്ട് വരുന്നു. തേസോയ്ക്ക് നല്ല മാർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ അരവർഷത്തിനു മുന്നേ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയ നമ്മുടെ യൂണിനും അത്യാവശ്യം നല്ല മാർക്ക് തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും അവൾക്ക് തേസോയുടെ കൂടെ ഒരുമിച്ച് കിട്ടുമോ എന്നുള്ളത് അപ്പോഴും സംശയമായിരുന്നു. അങ്ങനെ ക്രിസ്മസ് രാത്രിയിലും തേസോ യൂണിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ അച്ഛനും അച്ഛന്റെ ഗേൾ ഫ്രണ്ട് സോഹ്യുനും പിന്നെ സഹായത്തിനായി ജെയിംസും ഉണ്ട്. ഇവരെയൊന്നും കാണാതെയാണ് തേസോ വീടിനുള്ളിൽ കയറുന്നത്. അവിടെ യൂൺ അവളുടെ റൂം വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് സോഹ്യുനും ജെയിംസും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. യൂണിന്റെ അച്ഛന് ഗസ്റ്റുകളോട് മിങ്കിൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ജെയിംസിനെ ഗേൾഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അവനോട് ഈ ഫുഡ് കഴിക്കാനും മറ്റേത് യൂണിന് കൊണ്ടു കൊടുക്കാനും അവനോട് പറയുന്നു. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നും അവനോട് അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യൂൺ നന്നായി ചിത്രം വരയ്ക്കാറുണ്ട്. അവൾ വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും ഒക്കെ പടം വരച്ച് തൊട്ടരികിലുള്ള കടയിൽ കൊണ്ടുവയ്ക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ആരും കാണാതെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈൻ ബോട്ടിൽ കട്ടെടുത്ത് തിരിയുമ്പോൾ അവിടെ അതാ സോഫയിൽ ജെയിംസ് ഇരിക്കുന്നു. പെട്ടെന്ന് അയാളെ കണ്ട് അവൾ പേടിക്കുന്നുണ്ടെങ്കിലും അവൾ അവനോട് ടേബിളിൽ വന്നിരുന്ന ഫുഡ് കഴിക്കാനും അവന് കുടിക്കാനായി വെള്ളമെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. പോകാൻ തുടങ്ങുമ്പോൾ ആ വൈൻ ഗസ്റ്റിന് കൊടുക്കാനുള്ളതാണ്, ഷെൽഫിൽ നിന്നും മറ്റൊരെണ്ണം എടുത്തു പോകാൻ ജെയിംസ് പറയുമ്പോൾ അവൾ ആകെ ചമ്മുന്നു. റൂമിലെത്തി വൈനും ഫുഡും ഒക്കെ കഴിച്ച് അവർ ആ മഞ്ഞത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി.
ഫസ്റ്റ് അലോട്ട്മെന്റ് തേസോയ്ക്ക് അവൻ വിചാരിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നു. എന്നാൽ യൂണിന് ഈ അലോട്ട്മെന്റിൽ ഒന്നും ശരിയാകുന്നില്ല. അവൾ അടുത്തതിനായി വെയിറ്റ് ചെയ്യുന്നു. പിന്നീട് തേസോയും യൂണും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഉടനെ തന്നെ സിയോളിലേക്ക് പോകണം. അവിടെ തന്റെ ഫ്രണ്ടിന്റെ അച്ഛന് ഒരു സ്റ്റഡി സെന്റർ ഉണ്ട്, അവിടെ പോയി താമസിക്കാമെന്നാണ് ഞാൻ കരുതുന്നതെന്നും അദ്ദേഹം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ നിർദ്ദേശിച്ചു എന്നും അവൻ അവളോട് പറയുമ്പോൾ അവളൊന്ന് ഇരുത്തി മൂളുന്നു. താൻ സിയോളിനടുത്തുള്ള 3 കോളേജുകളാണ് അപ്ലൈ ചെയ്തത്. മിക്കവാറും ഈ 3 സിയോളിൽ നിന്നും ഒരുപാട് ദൂരമുള്ള കോളേജിലായിരിക്കും എനിക്ക് ചിലപ്പോൾ കിട്ടുക എന്ന് അവൾ നിരാശയോടുകൂടി പറയുന്നു. എനിക്കിങ്ങനെ അലോട്ട്മെന്റും ആയിട്ട് കാത്തിരിക്കുന്നത് ശരിക്കും അടുത്തു തുടങ്ങി എന്നുകൂടി കേൾക്കുന്ന തേസോ അവളുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അങ്ങനെ പോകേണ്ട ദിവസമെത്തി. മുത്തശ്ശൻ അവനെ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നു. അവിടുത്തെ ചിലവിനായി അദ്ദേഹം സ്വരുക്കു കൂട്ടിയ കാശ് അവന് നൽകുകയും നല്ലൊരു കോട്ട് വാങ്ങണമെന്നും അവനോട് പറയുന്നു. മുത്തശ്ശനോട് യാത്ര പറഞ്ഞ് അവൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് തേസോയ്ക്ക് യൂണിന്റെ മെസ്സേജ് വരുന്നത്. സിയോളിലേക്ക് ബസ്സിലാണോ പോകുന്നതെന്ന്. ഈ മെസ്സേജ് കണ്ട് തേസോ പുറത്തേക്ക് വരുമ്പോൾ യൂൺ അവിടെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അവനെ കൊണ്ടാക്കാനായി അവളും അവന്റെ കൂടെ പോകുന്നുണ്ട്. അവൻ തന്റെ ഒപ്പം വരണ്ട, നിന്നെ എനിക്ക് തിരിച്ച് ഒറ്റയ്ക്ക് വിടാൻ പേടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടാളും യാത്ര തുടർന്നു. ട്രെയിനിലിരിക്കുമ്പോൾ അവൻ താൻ പാട്ട് കേൾക്കാറുള്ള ഒരു ആപ്പിനെ പറ്റി അവളോട് പറയുകയും അതിൽ ഒരേ സമയം 2 പേർക്ക് പാട്ട് കേൾക്കാൻ കഴിയും, മിസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഒരേ സമയത്ത് പാട്ട് കേൾക്കാമെന്നും അവളോട് പറയുന്നു. അങ്ങനെ അവർ സിയോളിലെത്തുന്നു. അവിടെ വെച്ച് അവർ യാത്ര പറഞ്ഞ് പിരിയാൻ തുടങ്ങുമ്പോഴാണ് യൂണിന് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അവൾ 3ാമതായി കൊടുത്ത സിയോളിൽ നിന്ന് കുറച്ച് അകലെയുള്ള കോളേജിലാണ് തനിക്ക് അഡ്മിഷൻ കിട്ടിയതെന്ന് അറിഞ്ഞ് അവൾ ശരിക്കും സന്തോഷിക്കുന്നു. കാരണം അവൾ തനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. ഇത് കണ്ട് തേസോയ്ക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പിന്നീട് സ്റ്റഡി സെന്ററിൽ നിന്നും തന്റെ അച്ഛനും അമ്മയുമുള്ള കല്ലറയിൽ അവൻ പൂവെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കോളേജിൽ തന്നെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം ഹാപ്പി ആയനെ എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുന്നു. ഇതേ സമയം യൂൺ അവളുടെ കോളേജിൽ ചേരുന്നുണ്ട്. അവിടെ അവൾ നാരി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുകയും അവളുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ 2 പേരും അവരവരുടെ കോളേജ് ലൈഫിൽ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നുണ്ട്. തേസോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും യൂൺ ഏർലി ചൈൽഡ് എഡ്യൂക്കേഷനെ പറ്റിയുമാണ് പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ തമ്മിൽ സംസാരിക്കാനും വിളിക്കാനും ഒന്നും മറക്കുന്നില്ല. അവൾ നാരിയുടെ കൂടെ കറങ്ങാൻ പോകുന്നതും കോളേജിലെ വിശേഷങ്ങളെല്ലാം മറക്കാതെ തന്നെ അവനോട് പറയുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. യൂണിന്റെ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നു. അവളുടെ കൂട്ടുകാരി നാരിയും അങ്ങനെ ക്ലാസ്സിൽ വരാതെയായി. അങ്ങനെ ഒരു ദിവസം അവൾ അവനെ കാണാൻ പോകുന്നു. ട്യൂഷൻ കഴിഞ്ഞ് തന്നെ വിളിക്കാൻ പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടാണ് അവൾ സിയോളിലേക്ക് പോകുന്നത്. അവൾ അന്ന് അവർ പോയ പുഴക്കരയിൽ കാഴ്ചകൾ കണ്ട് അങ്ങനെ നിൽക്കുന്നു. കുറേ നേരം അവനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവൻ്റെ മെസ്സേജ് വരുന്നു. തനിക്കിനിയും 2 സെഷൻസ് ഉണ്ട്, ട്യൂഷൻ കഴിഞ്ഞ് 10 മണിയാകും ഞാൻ ഫ്രീ ആകാൻ എന്ന മെസ്സേജ് അവൾ കാണുന്നു. അങ്ങനെ അവൾ നിരാശയോടുകൂടി തിരികെ പോകുന്നു. തിരികെ അവരുടെ ഗ്രാമത്തിലെത്തുമ്പോൾ അവളെ പിക്ക് ചെയ്യാൻ അവളുടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ഗേൾ ഫ്രണ്ടും ഉണ്ടെങ്കിലും അവർക്ക് അവൾ മുഖം കൊടുക്കാതെ വേഗം കാറിലേക്ക് കയറുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവർ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടുന്നു. വളരെ സന്തോഷത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുന്നു. പിന്നീട് ഗ്രാമത്തിൽ യൂൺ അടുത്തുള്ള അമ്മൂമ്മയുടെ കടയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ജെയിംസിനെ കാണുന്നു. എനിക്ക് കോളേജ് ലൈഫൊക്കെ മടുത്തു, ഹോട്ടലിൽ ജോലി ചെയ്യാൻ നല്ല രസമാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്ക് ജോലി ചെയ്യണമെങ്കിൽ അങ്ങോട്ട് വരൂ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈമായി ഹോട്ടലുകളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നു. ഒരാഴ്ചയായി എന്താ കോളേജിൽ പോകാത്തതെന്ന് അയാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചത്, മറ്റാരും ഞാൻ കോളേജിൽ പോകാത്തതിൽ ഒരു സംശയവും തന്നോട് ചോദിച്ചില്ല എന്നവൾ പറയുന്നു. നിങ്ങളുടെ അച്ഛന് നിങ്ങൾ കോളേജിൽ പോകാത്തതിനെ പറ്റി അന്വേഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലല്ലോ, അതുകൊണ്ടായിരിക്കുമെന്നും ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ലൊരു ജോലിയാണെന്നും അയാൾ അവളോട് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ജെയിംസ് ഹോട്ടലിലെ സ്റ്റാഫാണ്. ഹോട്ടലിൽ വരുന്ന ഗസ്റ്റിനെ ഉൾഗ്രാമം കാണിക്കാനും ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യിക്കാനുമായി യൂണിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. ഇന്ന് പക്ഷേ ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് കൂടി ഉണ്ടെന്ന് അവൻ പറയുന്നു. എന്ത് അനൗൺസ്മെന്റ് ആണെന്ന് അവൾ ചോദിക്കുന്നത് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ഗസ്റ്റിന് യൂണിന്റെ അച്ഛനും ഗേൾ ഫ്രണ്ടും ട്രീറ്റ് ചെയ്യുന്നതാണ്. യൂൺ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നീ വന്നത് കറക്റ്റ് സമയത്താണ്, നിന്റെ അച്ഛൻ്റെയും ഇവരുടെയും കല്യാണക്കാര്യം അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട് അവളെ കാണുകയും അവളെ അങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിക്കാൻ എത്തുകയും ചെയ്യുന്നു. എന്നാൽ അവൾ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. പിന്നീട് അവളുടെ പുറകെ എത്തുന്ന സോഹ്യുനോട് അന്ന് ആ റൂമിൽ കണ്ട അയാളോ എന്ന് ചോദിക്കുമ്പോൾ അയാളുമായി ഞാൻ ബ്രേക്കപ്പായി, എല്ലാ കാര്യങ്ങളും നിന്റെ അച്ഛനറിയാം, ഒരിക്കലും പ്രണയം പെർഫെക്റ്റ് അല്ല എന്നും അവൾ പറയുമ്പോൾ യൂണിന് വല്ലാതെ ദേഷ്യം വരുന്നു. അച്ഛനെ നിങ്ങൾ ചതിക്കുകയായിരുന്നു, ഇത്രയും നാൾ
ഇനിയും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അവൾ ചോദിക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം കേട്ട് ജെയിംസ് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ അവൻ പിടിച്ചു നിർത്തി തൻ്റെ കയ്യിലുള്ള ബൊക്കെ അവൾക്ക് കൊടുത്തിട്ട് ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ച്, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, ഇത് കൊണ്ടുപോയി കൊടുക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. നിന്റെ അച്ഛൻ്റെ കാര്യം അച്ഛൻ നോക്കിക്കോളുമല്ലോ, നീ എന്തിനാ അതിലൊക്കെ ആവശ്യമില്ലാതെ ഇടപെടുന്നതെന്നും നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ബൊക്കെ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. പിന്നീട് തിരികെ അവൾ ആ ബൊക്കെ സോഹിന് കൊണ്ടുവന്ന് നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് തേസോയെയാണ്. അവൻ യൂണിൻ്റെ മെസ്സേജ് നോക്കുകയും പെട്ടെന്ന് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലാണെന്ന് പറയുന്നത് കേട്ട് ബാഗും എടുത്ത് അവൻ എങ്ങോട്ടോ ഓടുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഫോൺ വിളിക്കുന്നു. നീ സിയോളിലുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, എനിക്ക് നീ സമയം കളയണ്ട, നീ പഠിച്ചോളൂ എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ നമ്മൾ ഒരുമിച്ച് ടൈം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ തിരിച്ചും മറുപടി നൽകുന്നു. ഇത് കേട്ട് അവൾ, എനിക്ക് നിന്നെ ഇപ്പോൾ കാണാൻ തോന്നുന്നു എന്ന് മെസ്സേജ് ഇടുന്നു. പുഴക്കരയിൽ നിന്ന് അവൾ സ്റ്റേഷനിലേക്ക് ഓടുന്നു. അവിടെ വന്ന് നിൽക്കുന്നത് കാണിച്ചാണ് പുഴക്കരയിൽ നിന്ന് അവൾ സ്റ്റേഷനിലേക്ക് ഓടുന്നു. അവിടെ വന്ന് നിൽക്കുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.